ഓക്കെ, രാഹുൽ ഈശ്വർ കൂടി ചേരുന്നു. രാഹുൽ, ഈ അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് ദേശീയ അധ്യക്ഷൻ ഷഹാബുദ്ദീൻ റസ്വിയുടെ പ്രസ്താവനയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കുംഭമേള പോലെ ലോകാരാധ്യമായ ഒരു കാര്യം നടക്കുമ്പോൾ നെഗറ്റീവായ കാര്യങ്ങൾ അങ്ങനെ പറയുന്നവർ തീർച്ചയായും അത് അവോയ്ഡ് ചെയ്യണം. പകരം കൂടുതൽ പോസിറ്റീവിലേക്ക് ഫോക്കസ് ചെയ്യാനും കുംഭമേള എന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ ആത്മീയ സംഗമം, ഇന്ത്യയുടെ എന്നല്ല ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമം. ചില ആൾക്കാർ പറയുന്നത് 35, ചില ആൾക്കാർ 40 പറയുന്നു. അതായത് 40 കോടി ആൾക്കാർ ലോകത്തിൽ ഒരുമിക്കാൻ പോവാണ്. അതായത് യൂറോപ്പിലെ എല്ലാ ജനസംഖ്യയെക്കാളും കൂടുതൽ വരുന്ന ആൾക്കാർ. അമേരിക്ക എന്ന ടോട്ടൽ രാജ്യം 35-38 കോടി ജനങ്ങളേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ വരുന്ന ആൾക്കാർ നമ്മുടെ ഉത്തർപ്രദേശിലെ ഈ ചില സ്ഥലങ്ങളിൽ ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ വന്നു ചേരുന്നു എന്ന് പറയുന്നത് വേൾഡിലെ ലാർജസ്റ്റ് പീപ്പിൾ മൂവ്മെന്റ് ആണ്. നമ്മുടെ കേരളത്തിലെ ആറ്റുകാലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ സംഗമം എന്ന് നമുക്കറിയാം. അതിൽ ഗിന്നസ് ബുക്ക് ഉണ്ട്, നടേശൻ സാർ നേരത്തെ പറഞ്ഞതുപോലെ. അതേപോലെ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമമായ ആ കുംഭമേളയ്ക്ക് നെഗറ്റീവ് പറയാനും നെഗറ്റീവ് അടുപ്പിക്കാനും അതിന്റെ പേരിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കാനും ഒക്കെ താല്പര്യമുള്ള ആൾക്കാർ കാണും, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ യോഗിജി അടക്കം എന്ന് പറഞ്ഞ രസകരമായ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ പൂർവികരും ഇന്ത്യയുടെ പാരമ്പര്യവും ഇതാണ് എന്ന് തിരിച്ചറിയുന്നവരെല്ലാം ഇവിടേക്ക് വരിക എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞതിന് ഒരുപാട് പോസിറ്റീവായ ഒരു പ്രസ്താവനയാണ്. അതായത് പണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് അഷ്ഫാഖുള്ള ഖാൻ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ പോകുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്, എനിക്ക് പുനർജന്മത്തെക്കുറിച്ച് പറയാൻ പാടില്ല, പക്ഷേ ഇനിയൊരു ജന്മം ലഭിക്കുകയാണെങ്കിലും ഈ ഭാരതമാതാവിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി മരിക്കാൻ എനിക്ക് അവസരം ഉണ്ടാകണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതാണ് അതിന്റെ ഏറ്റവും മനോഹരമായ സമന്വയം. നമുക്ക് വിശ്വാസങ്ങൾ കാണാം, നമുക്ക് നമ്മുടേതായ പ്രത്യേക പാതകൾ കാണാം, പക്ഷേ പൊതു ഭാരതീയ ധർമ്മമെന്നോ ഭാരതീയ ധാരയെന്നോ ഇന്ത്യൻ കൾച്ചറെന്നോ ഇനി എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. ഓരോ ആൾക്കാർ ഓരോ പേര് വിളിക്കും. സനാതനം എന്ന് വിളിച്ചാൽ നമ്മുടെ ലെഫ്റ്റിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടില്ല, സ്റ്റാലിൻ ഇഷ്ടപ്പെടില്ല. ഇനി സനാതനമെന്നോ അല്ലെങ്കിൽ ഹൈന്ദവമെന്നോ ഭാരതീയമെന്നോ ഹിന്ദുസ്ഥാനിന്നോ ഇന്ത്യനെന്നോ എന്ത് പേര് വിളിച്ചാലും ഈ കൾച്ചർ ലോകത്തിന് ഒരുപാട് സംഭാവനകളുണ്ട്. മുമ്പ് സംസാരിച്ച എല്ലാവരും, പ്രത്യേകിച്ച് നുസ്രത്തിയൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, എല്ലാം എന്താ പറയുക പ്രസക്തമായ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. നടേശൻ സാർ പറഞ്ഞാണ് കേട്ടത്. അത് കേട്ടപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ തോന്നിയത്, ഇന്ത്യയെ നമുക്ക് തൽക്കാലം നമ്മുടെ കൾച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് മാറ്റി വെക്കാം. അമേരിക്കൻ പ്രസിഡന്റിനെ എടുക്കാമല്ലോ. അതായത് നമ്മുടെ നാട്ടിലല്ല, അമേരിക്കയിൽ ജനിച്ച ബറാഖ് ഹുസൈൻ ഒബാമ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് മൈ ഫാസിനേഷൻ വിത്ത് ഇന്ത്യ ഈസ് രാമായണ മഹാഭാരത മഹാത്മാഗാന്ധി എന്നാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ചെറിയൊരു ഹനുമാനുണ്ട്. നമുക്കറിയാം, 4 കൈയാണ്. നമ്മുടെ നാട്ടിൽ കാണാത്തൊരു കാര്യമാണ്, 4 കൈയുള്ള ഹനുമാനുണ്ട്. ഇതിന്റെ എല്ലാം ഈ കൾച്ചറാണ് ലോകത്തിന്റെ ഒരു വലിയ കൾച്ചേഴ്സിലൊന്ന്. ഞാൻ ഈ ഒരുപാട് സൗത്ത് ഈസ്റ്റ് ഏഷ്യ പോയിട്ടുള്ള പറയണേ, അവിടെ ഈ രാവണനുണ്ട്, നമ്മുടെ ശ്രീരാമനുണ്ട്, ഗണേശൻ ഇന്തോനേഷ്യയുടെ കറൻസി നോട്ടുകളിലുണ്ട്. അപ്പോൾ കുംഭമേളയുള്ള കാര്യം ലോകം തന്നെ, കുംഭമേളയ്ക്ക് ഒരുപാട് ഐതിഹ്യപരമായ ചരിത്രപരമായ പ്രസക്തിയുണ്ട്. അതിന്റെ നെഗറ്റീവ് അടുപ്പിക്കാൻ ചില ആൾക്കാർ വരാം. ഇനി അസുദ്ദീൻ ഒവൈസിയെ പോലീസ് എന്തെങ്കിലും പ്രസ്താവന വരാം, പ്രകോപനമായ ചില കാര്യങ്ങൾ പറയാം. പ്രത്യേകിച്ച് ഈ വഖഫിനെ കുറിച്ചൊരു കാര്യം പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ, വഖഫിന് ഒരുപാട് ഡയമെൻഷനും ന്യൂവാൻസും ഉണ്ട്. പക്ഷെ ആരെങ്കിലും നാളെ ഇന്ത്യൻ സുപ്രീം കോടതിയും ഇനി അംബാനിയുടെ വീട് വഖഫാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? എന്തെങ്കിലും ഒരു പോയിന്റ് അതിനുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിലെ രാമനാഥപുരത്തിനടുത്ത് തിരുച്ചെന്തൂർ അവിടുത്തെ ടെമ്പിൾ നടക്കാം, 1500 വർഷം പഴയ ടെമ്പിളാണ്, അത് വഖഫ് ഭൂമിയാണെന്നൊക്കെ പറഞ്ഞ് ക്ലെയിം ചെയ്യുന്നത്. ആ വഖഫിന്റെ സെക്ഷനിൽ ഒരു 40, ആ 40യാണ് 2 സമീപനങ്ങൾ ഉണ്ടാക്കാം. ഒന്നെങ്കിൽ 40യെ ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്ന കിരൺ റിജു ജിയുടെ സമീപനമാകാം, അല്ലെങ്കിൽ 40യെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞ സമീപനമാകാം. അപ്പോ വഖഫിന്റെ പേരിൽ, വഖഫാകട്ടെ നമ്മുടെ ദേവസ്വം ആകട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രോപ്പർട്ടി പേരിലാകട്ടെ, അത് ഇതര സമുദായ സഹോദരങ്ങൾക്ക് വേദനയും വിഷമവും പ്രകോപനവും ഉണ്ടാക്കരുത്. മുനമ്പത്തൊക്കെ നമ്മൾ കണ്ടതാണ്. നമുക്കിത് താത്വികമായി പറയുന്നതിനപ്പുറം ഞാൻ ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്റെ വീടോ അല്ലെങ്കിൽ വേറെ ആരുടെ വീടോ ഏതെങ്കിലും വേറൊരാൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അപ്പോഴാണ് ആ ഇൻസെക്യൂരിറ്റി ഉണ്ടാകുക. പിന്നീട് അത് വിൽക്കാൻ പറ്റില്ല, പിന്നീട് അത് പണയം വെക്കാൻ പറ്റില്ല. അപ്പൊ അത്തരം വിഷയങ്ങളും കൂടെ ശ്രദ്ധിക്കണം. ഈ വിഷയത്തിനെല്ലാം കാടടച്ച് വെടിവെക്കണമെന്നൊന്നും ആർക്കും അഭിപ്രായമില്ല. പക്ഷേ ഇത് വളരെ സെൻസിറ്റീവായ വിഷയമാണ്. കുംഭമേളയോട് ചേർത്ത് വഖഫിന്റെ പേര് പോലും ഏതെങ്കിലും മുസ്ലിം സംഘടന റൈസ് ചെയ്യുന്നെങ്കിൽ അത് പ്രകോപനപരമാണ്, അത് പാടില്ല, അത് നെഗറ്റിവിറ്റി ഉണ്ടാക്കും, അവർക്കൊരു ഗുണവും ചെയ്യില്ല, എല്ലാവർക്കും ദോഷവും ചെയ്യും. ചുമ്മാ പറയുന്നതുകൊണ്ട് ഒരു ഗുണവും ആർക്കും ഉണ്ടാവില്ല, എന്നാൽ എല്ലാവർക്കും നമ്മുടെ സാമുദായിക മൈത്രിക്കും മതമൈത്രിക്കും സാഹോദര്യത്തിനും ഒക്കെ ദോഷം ചെയ്യും. ഇനി ഉത്തർപ്രദേശിലെ ഒരു അനുഭവം കൂടെ പറഞ്ഞാൽ നിർത്താം. ഉത്തർപ്രദേശിൽ പലതവണ അവിടുത്തെ ഗവൺമെന്റ് പരിപാടികൾക്കടക്കം പോകാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ്. ആനന്ദിബെൻ പട്ടേൽ ഗവർണർ ആയിരുന്നപ്പോൾ ഞങ്ങളെല്ലാം വിളിച്ചെന്ന് ആദരിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശ് എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ അത്രയും വേറെ ആരും ഒരുപക്ഷെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, കസ്തൂർബാ ഗാന്ധി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസിനടക്കം. പക്ഷേ ഉത്തർപ്രദേശിനെ കുറിച്ച് നമ്മുടെ കേരളത്തിൽ ഇരിക്കുന്നവർക്ക് അങ്ങനെ പോസിറ്റീവ് പറയാൻ ചില ആൾക്കാർക്ക് താല്പര്യമില്ല. ഉത്തർപ്രദേശിനെ കുറിച്ച് നെഗറ്റീവായിട്ടൊരു ചിത്രം പറയാൻ എല്ലാവർക്കും താല്പര്യം. അപ്പൊ അതിനപ്പുറം ഇത്രയും വലിയൊരു കാര്യം നടത്തിയെടുക്കലാണ്. നമ്മുടെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ ദിനം അവിടെ പോകാനും കവർ ചെയ്യാനും ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ പോലെ ഗിന്നസ് ലോകത്തെ ഏറ്റവും കൂടുതൽ ദിയ തെളിയിക്കുന്ന
ഗിന്നസ് ലോക റെക്കോർഡ് അടക്കമുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഒരു കൾച്ചറിന്റെ സെലിബ്രേഷൻ ആണ്. ആ കൾച്ചർ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ ആണ് എന്ന തിരിച്ചറിവിൽ ഒരുമിച്ച് എല്ലാവർക്കും, എല്ലാ ഭാരതീയർക്കും, എല്ലാ ഇന്ത്യക്കാർക്കും സെലിബ്രേറ്റ് ചെയ്യാനാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ജനുവരി 12 കൂടെയാണ്. ഇന്ന് വിവേകാനന്ദ സ്വാമിയുടെ ജയന്തിയാണ്. ലോക ഗുരുവായി നമ്മുടെ ഇടയിൽ പറഞ്ഞ ലോക മതമഹാസമ്മേളനത്തിൽ പോയി വിവേകാനന്ദനാണ് പറഞ്ഞത്, ഐ കം ഫ്രം ദി മദർ ഓഫ് ഓൾ റിലീജിയൻസ് എന്നാണ്. ഐ കം ഫ്രം ദി മോസ്റ്റ് ഏൻഷ്യന്റ് ഓർഡർ ഓഫ് മങ്സ് എന്നാണ്. ഇത് കേട്ടപ്പോൾ അവിടുത്തെ ആൾക്കാർ കൈയടിക്കുകയാണ്. അതായത് അമേരിക്കയിൽ 130 വർഷം മുമ്പത്തെ കാര്യമാണ്. 130 വർഷം മുമ്പ് വിവേകാനന്ദ സ്വാമി പോയ എക്സാക്ട് വേർഡ്സ് ആണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഡയലൂട്ട് ചെയ്ത് എന്താ പറയുന്നത്, സോഫ്റ്റ് ആക്കിയില്ല. ഐ കം ഫ്രം ദി മദർ ഓഫ് ഓൾ റിലീജിയൻസ് ആൻഡ് ഫ്രം ദി മോസ്റ്റ് ഏൻഷ്യന്റ് ഓർഡർ ഓഫ് മങ്സ് എന്ന് പറയുമ്പോൾ അമേരിക്കക്കാർക്ക് കൈയടിക്കാൻ കഴിഞ്ഞു. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് വിവേകാനന്ദൻ ഇന്ന് കേരളത്തിൽ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആൾക്കാർ പറയുമായിരുന്നു അത് കുറച്ച് വർഗീയതയാണ് എന്ന്. അപ്പൊ അതാണ് നമ്മുടെ ഒരു കൗതുകകരമായ അവസ്ഥ. അതെ അതെ, നമ്മൾ വാക്കുകൾ ശ്രദ്ധിക്കണം രാഹുൽ.